കേരളത്തിൽ BJP വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അവർ 4%, പിന്നെ 16, 18, 19, 20 ഇപ്പം നല്ല ശതമാനം വോട്ട് പിടിക്കും. അവരെത്ര സീറ്റ് പിടിക്കും എന്നുള്ളതൊക്കെ പ്രധാനക്കാൾ 10-30 സീറ്റുകളിൽ അവർ നിർണായക ശക്തി തന്നെയാണ്. ഇപ്പോൾ 2020 വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. തുഷാർ വെള്ളാപ്പള്ളി ഒരു ആഡഡ് ആയതാണ്. പിന്നെ ഒരുപാട് ജാതി സംഘടനകളും വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളും ഒത്തിരി ആളുകൾ ചേർന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത്രയും പേർ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് ഒരുപാട് പേർ വന്നിട്ടുണ്ട്, മറ്റ് നായർ സമുദായത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പൊളിഞ്ഞു പോയി എന്നാണ് അവരുടെ ഒരു വാദം. മുസ്ലിംസ് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ഇനി ചെയ്യാൻ ഇപ്പോൾ ആലോചിക്കുന്നു എന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ്. അത് അവരുടെ ആലോചനയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ഇതിൽ നിന്നൊക്കെ പുറത്തു വരണം. നിങ്ങൾ ഈ RSS, BJP, സംഘപരിവാർ ഈ കഥകളിലേക്കൊന്നും കേരളത്തിൽ ഒരു സ്കോപ്പുമില്ല. കാരണം കേരളം അങ്ങനെ ഒരു മണ്ണല്ല. കേരള മണ്ണിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. കേരള മണ്ണിലെ പ്രശ്നങ്ങൾ എണ്ണി അഡ്രസ്സ് ചെയ്യാൻ BJPക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഒരു കേരള യാത്ര നടത്തിയില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമയാത്ര നടത്താൻ പോകുന്നു രാജീവ് ചന്ദ്രശേഖർ. ഗ്രാമയാത്ര എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടത്തിയതുപോലെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയതുപോലെ, LK അദ്വാനി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയതുപോലെ, ജയപ്രകാശ് നാരായണൻ ഇന്ത്യയിൽ ഗ്രാമങ്ങളെ അറിയാൻ നടത്തിയതുപോലെ, കേരളത്തെ അറിയുവാൻ ആളുകളുമായി ഡയറക്റ്റ് സംവാദം നടത്തുവാൻ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് പ്രചോദനമായത് ധർമ്മടത്തും പറവൂരിൽ നടത്തിയ 2 ജനസമ്പർക്ക പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ BJPക്ക് ഇവിടെ അധികാരം ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ അധികാരം ഉടനെ കിട്ടാനും പോകുന്നില്ല എന്നറിഞ്ഞിട്ടും ആളുകൾ വലിയ പങ്കാളിത്തമാണ് ഈ 2 സഭകളിലും ഉണ്ടായത്. അത് ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ദുഃഖം, തങ്ങളെക്കാൾ വലിയ ഒരു രാഷ്ട്രീയ നേതാവിനോട് ദുഃഖം പറയണം, ഒരു അപേക്ഷ കൊടുക്കണം, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ആളുകൾ ദുഃഖിതരാണ്. അങ്ങനെ 2 മണ്ഡലങ്ങളിൽ നടത്തിയതിൻ്റെ പുതിയൊരു രൂപം 100 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ 1000 പഞ്ചായത്തുകൾ, ഒരു ദിവസം ഒരു 10 പഞ്ചായത്ത് എന്ന് കണക്കാക്കി 1000 പഞ്ചായത്തുകളിൽ പോകുന്ന ഒരു ഗ്രാമയാത്ര രാജീവ് ചന്ദ്രശേഖർ ആലോചിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. രണ്ടാമത്, അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ മതവും റീച്ചും ഔട്ട്റീച്ചും ക്രിസ്ത്യൻ ഔട്ട്റീച്ചും ബിഷപ്പുമാരെ കാണാൻ പോണതും കേക്ക് കൊടുപ്പും കേപ്പ് മുറപ്പും പരിപാടി മതിയാക്കി ഓരോ കൊച്ചു സമുദായ സംഘടനയുടെ നേതാക്കളെ BJP ആഫീസിൽ വിളിച്ചെടുത്തി അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കി വരണവർ പറയും ഞങ്ങളിൽ 1 ലക്ഷം വോട്ടുണ്ടെന്ന് പറയും. അവരുടെ വോട്ട്, വീട്ടിലെ വോട്ട് പോലും കാണൂല. വന്നിരുന്ന് ബാർഗെയിനിങ് കപ്പാസിറ്റിയിലൂടെ അവരെ നിങ്ങൾ ഒരുപാട് സമയം കളയരുത്, ജനങ്ങളിലേക്ക് ഇറങ്ങണം. എന്നിട്ട് ഇവിടെ വലിയ കുറേ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എണ്ണി പറഞ്ഞുതരാം. തീരദേശ മേഖല നന്നായി കൈകാര്യം ചെയ്യേണ്ടുന്ന മേഖലയാണ്. അവിടെ ജോർജ് കുര്യൻ കൂടി കയ്യിലുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് കൊണ്ടുവരണം. വിഴിഞ്ഞം പദ്ധതിയും കൂടെ വെച്ചുകൊണ്ട് പോർട്ടുകാരെ കൂടി സഹായത്താൽ കോസ്റ്റൽ ഏരിയയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളും അസറ്റും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും രാജീവ് ചന്ദ്രശേഖറിന്. അത് ചെയ്താൽ കോസ്റ്റൽ ഏരിയയുടെ പ്രശ്നം പരിഹരിക്കും, അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും. ഇടനാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, മലനാടിലോട് ഇടനാട്ടിലെടുത്തു കഴിഞ്ഞാൽ റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അവർക്കൊരു താങ്ങുവില വാങ്ങിച്ചു കൊടുക്കുന്നതല്ല അവരുടെ പ്രശ്നം. അടിസ്ഥാനപരമായ താങ്ങുവില കിട്ടില്ല എന്നുള്ളതല്ല പ്രശ്നം. വേറെ വലിയ പ്രശ്നങ്ങൾ റബ്ബർ കർഷകർ നേരിടുന്നുണ്ട്. അങ്ങനെ റബ്ബർ അധിഷ്ഠിതമായ റബ്ബർ ബോർഡൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വിപുലീകരണം, അതായത് ഇന്ത്യൻ റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ് പോലെ ഇന്ത്യൻ റബ്ബർ ബോർഡിൻ്റെയും അതിൻ്റെ ഫാക്ടറികളും കമ്പനികളും ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിലൊരു റബ്ബർ നിർമ്മാണ ഫാക്ടറി, അത് BJP തുടങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാരിനൊക്കെ ചെയ്യാൻ പറ്റും. റബ്ബർ നിർമ്മാണത്തിന് റബ്ബറിൻ്റെ അസംസ്കൃത പദാർത്ഥമായി റബ്ബർ ഉപയോഗിക്കുന്ന ഒരുപാട് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഇടുക്കിയിലോ കോട്ടയത്തോ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ അച്ചായന്മാരുടെ വോട്ടും കിട്ടും. അല്ലാതെ നിങ്ങൾ ഈ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞത് ഷോൺ ജോർജിനെയും പിന്നെ PC ജോർജിനെയും കൊണ്ടുവന്ന് നടന്ന ഒരു കാര്യമില്ല. അവരും കൂടി ചീത്തയാവുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുപോലെ പിന്നെ കൈത്തറി, കശുവണ്ടി, പിന്നെ ഹാൻഡ് വീവ്, ഇതുപോലത്തെ മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ സെപ്പറേറ്റ് അഡ്രസ്സ് ചെയ്യണം. അല്ലാതെ ഒന്നിച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതല്ല, സെപ്പറേറ്റ് അഡ്രസ്സ് ചെയ്യണം. അംഗനവാടി, ആശാ വർക്കേഴ്സ് 2ഉം കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിന് അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും.
ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് രണ്ടും ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് രാജിവെച്ച് അപ്പോൾ തന്നെ പിന്നെ 1 ലക്ഷം ആളുകളും 5 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളും നിങ്ങളുടെ കൂടെ വരും. അപ്പോൾ പിന്നെ അതുപോലെ യൂത്ത് 40 ലക്ഷത്തോളം വരുന്ന യൂത്തിന് എന്താണ് പരിപാടി? NRIക്കാരുണ്ട്, പ്രവാസികളുണ്ട്, നിങ്ങൾക്ക് വിദേശകാര്യ വകുപ്പുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ NRIക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിദേശകാര്യ വകുപ്പിൻ്റെ കുറേ സംവിധാനങ്ങൾ മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ നിങ്ങൾക്ക് ആരംഭിച്ചുകൂടാ? എന്താ തടസ്സം? അപ്പോൾ കേന്ദ്രത്തിലെ വിവിധ മന്ത്രാലയങ്ങളുടെ എക്സ്റ്റൻഷൻ ഓഫീസുകളും എക്സ്റ്റൻഷൻ വർക്കുകളും കേരളത്തിൽ നിങ്ങൾ ആരംഭിക്കണം. ഈ 100 ദിവസത്തെ നിങ്ങളെ ഗ്രാമയാത്ര നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് അതോടൊപ്പം അനുബന്ധിച്ച് എല്ലാ പഞ്ചായത്തുകളിലും നിങ്ങൾ അവിടുത്തെ വികസനത്തെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായ പരിസ്ഥിതി സൗഹൃദമായ ഒരു വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ 1000 പഞ്ചായത്തിന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വേണ്ട, ജില്ലാ അടിസ്ഥാനത്തിൽ 14 ജില്ലയ്ക്കും ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. ഈ ഡോക്യുമെൻ്റുകളെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് കേരള പഠന കോൺഗ്രസ് പോലുള്ളൊരു പരിപാടി, ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നിങ്ങൾ തിരുവനന്തപുരത്ത് നടത്തണം. പ്രധാനമന്ത്രിയെയും പിന്നെ അമിത്ഷാ അടക്കമുള്ള എല്ലാ കേന്ദ്രമന്ത്രിമാരെയും വിവിധ സെക്ഷനുകളിൽ കൊണ്ടുവന്ന് കേരളത്തിനൊരു പുതിയ വികസന അജണ്ട ഉണ്ടാക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഘടനാപരമായി ചെയ്യേണ്ടുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. താങ്കൾ താഴെത്തട്ടിൽ ചെന്ന് ഈ 1000 പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ അവിടെ പാർട്ടി പ്രവർത്തകരോടല്ല കൂടുതൽ നിങ്ങൾ സംവേദിക്കേണ്ടത്. അവർ വന്നോട്ടെ, അവർ മാലയിട്ടോട്ടെ, സ്റ്റേജിൽ കയറിക്കോട്ടെ. നിങ്ങൾ പൊതുജനങ്ങളുമായി സംവേദിക്കണം. ആദിവാസികളുടെ കോൺക്ലേവ് നടത്തണം. പട്ടികജാതി പട്ടികവർഗക്കാരുടെ കോളനികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടപെടണം. അങ്ങനെ പിന്നെ പരിസ്ഥിതി സൗഹൃദമായ ഒരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കണം. ക്ലൈമാറ്റ് റെസിലിയൻസ് എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും? ദുരന്ത നിവാരണ അതോറിറ്റിയെ കേന്ദ്രത്തിൻ്റെ സഹായത്തിൽ എങ്ങനെ നിങ്ങൾക്ക് പൊളിച്ചെഴുതാൻ പറ്റും? ഇന്ത്യൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വച്ചുകൊണ്ട് കേരളത്തെ അതിമനോഹരമായ ടൂറിസ്റ്റ് ഹബ്ബാക്കുന്നത് എങ്ങനെ? പിന്നെ നെല്ല് കൃഷിക്കാർക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ കഥയുണ്ട്. റേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. 100 കണക്കിന് കാര്യങ്ങളാണുള്ളത്. ഈ വകുപ്പുകളെ എല്ലാ എക്സ്റ്റൻഷൻ ആൻഡ് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് എങ്ങനെ കേരളത്തിൽ കൊണ്ടുവരാം? ഈ സെമിനാറുകളിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരെയും എങ്ങനെ ബന്ധിപ്പിക്കാം? ഈ രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള അക്കാഡമിഷ്യന്മാരെയും ടെക്നോക്രാറ്റുകളെയും എങ്ങനെ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഇതൊക്കെ സംഘടിപ്പിക്കാം? ഇതിനൊക്കെ സഹായമായ രീതിയിൽ ഒരു 8-10 ഏക്കർ സ്ഥലത്ത് ഒരു പഠന ഗവേഷണ കേന്ദ്രം APJ അബ്ദുൽ കലാമിൻ്റെ പേരിലോ അല്ലെങ്കിൽ വാജ്പേയിയുടെ പേരിലോ അല്ലെങ്കിൽ ആരുടെ ആവട്ടെ, ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലോ ആരുടെയെങ്കിലുമൊക്കെ പേരിൽ ഒരു വളരെ മനോഹരമായ ഒരു 10 ഏക്കർ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഇതിനാവശ്യമായ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം? ഞാൻ കൂടുതൽ വിശദമായി പോകുന്നില്ല. ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കണം. നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങളുടെ റൂട്ട് വേറെയാണ്. നിങ്ങൾ ഈ മതവും പിടിച്ച് ജാതിയും പിടിച്ച് ഇവിടുത്തെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിച്ച് അതിൽ നിന്ന് എത്ര വോട്ട് കിട്ടുമെന്ന് നോക്കിയിരുന്നാൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വികസിത കേരളമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ റൂട്ട് മാറ്റിപ്പിടിക്കണം. റൂട്ട് മാറ്റിപ്പിടിച്ചാൽ വളരെ വലിയ സാധ്യത ഉണ്ട്. ആ റൂട്ട് മാറ്റത്തിലേക്ക് പോകുന്നു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഗ്രാമയാത്ര അതിനൊരു തുടക്കമാവട്ടെ.